ഇന്ന് ഡിസംബർ 31, 2023 വർഷത്തിലെ അവസാന ദിനം. അതുകൊണ്ട് തന്നെ ഇന്നൊരു സ്പെഷ്യൽ ഗെയിമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മിഖായൽ ടാലിൻ്റെ മറ്റൊരു മാജിക്കൽ ഗെയിമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ വീഡിയോ റിക്വസ്റ്റുകൾ വന്നിട്ടുള്ളതും ടാലിൻ്റെ വീഡിയോ ഇടാനുമാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ഗെയിം ഇഷ്ടപ്പെടും. വീഡിയോയുടെ ലെങ്ത് കൂടി പോകാൻ സാധ്യതയുണ്ട്. എല്ലാവരോടും അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ടൊരു ക്ഷമ ചോദിക്കുന്നു. ഇവിടെ വൈറ്റ് കളിക്കുന്നത് മിഖായൽ ടാലും ബ്ലാക്ക് കളിക്കുന്നത് ഹാൻസ് ജോച്ചിൻ എന്ന് പറഞ്ഞ പ്ലെയറാണ്. ഇവിടെ മിഖായൽ ടാല് ഇവിടെ D4 വെച്ച് കളി തുടങ്ങുന്നു. നൈറ്റ് F6, C4, E6, നൈറ്റ് F3, B6. അപ്പോൾ ഇത് ക്വീൻസ് ഇന്ത്യൻ ഡിഫൻസ് ആണ്. നൈറ്റ് C3, ബിഷപ്പ് B4 കളിച്ചിട്ട് ഈ ഒരു നൈറ്റിനെ പിൻ ചെയ്യുന്നു. ബിഷപ്പ് G5 കളിച്ച് തിരിച്ചും ടാലും പിൻ ചെയ്യുന്നു. ബിഷപ്പിനെ B7 കളിക്കുന്നു. E3. ഇനി അടുത്ത ബിഷപ്പിനെ പുറത്തിറക്കാമല്ലോ. H6 കളിച്ചിട്ട് ഈ ബിഷപ്പിനെ ഓടിക്കാൻ നോക്കുന്നു. ടാല ബിഷപ്പിനെ അതുപോലെ തന്നെ നിലനിർത്തുന്നു. ആ പിൻ അതുപോലെ തന്നെ നിലനിർത്തുന്നു. ബിഷപ്പ് ക്യാപ്ചേഴ്സ് നൈറ്റ്, പോൺ വെച്ചെടുക്കുന്നു. D6 കളിക്കുന്നു. അപ്പോൾ വീണ്ടും കൺട്രോൾ ഈ സ്ക്വയറിലോട്ടൊക്കെ കൊണ്ടുവരികയാണ്. ഇവിടെ എല്ലാം ബ്ലാക്കിന് നല്ല കൺട്രോൾ ഉണ്ട്. നൈറ്റിന് റീറൂട്ട് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ ഒരു പക്ഷേ വേണമെങ്കിൽ ഭാവിയിൽ ഇതുപോലത്തെ E4 ബ്രേക്സ് ഒക്കെ നടത്താനായിരിക്കാം. F3 കളിച്ചിട്ട് E4 ബ്രേക്ക് ചെയ്ത് മാക്സിമം സെൻറ്റർ കൺട്രോൾ കൊണ്ടുവരാം. ഇതൊക്കെയാണ് ടാലിൻ്റെ ഐഡിയ. അപ്പോഴാണ് ബ്ലാക്ക് പ്ലെയർ E5 കളിക്കുന്നത്. ടാൽ F3 കളിച്ചിട്ട് ഇപ്പോൾ ഈ ബിഷപ്പ് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് ആ ഒരു ഡയഗണൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പോൺ ടു F3 കളിക്കുന്നത്. ക്വീനിനെ ഇവിടെ E7 കൊണ്ടുവന്ന് ഈ കിങ്ങുമായിട്ട് ലൈനപ്പ് ചെയ്യുകയാണ്. ടാൽ എന്തായാലും E4 കളിച്ചു. ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സെൻറ്റർ ഉണ്ട് ടാലിന്. നൈറ്റ് BD7, ബിഷപ്പ് D3. അപ്പോൾ വീണ്ടും സെൻറ്ററിലുള്ള 3 പവർഫുൾ പോൺസ് ഉണ്ട്. ഇപ്പോൾ ടാലിൻ്റെ സെൻറ്ററിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ബ്ലാക്കിന്. ഇവിടെ നൈറ്റിനെ F8 കളിക്കുന്നു ബ്ലാക്ക്. അപ്പോൾ ഇതിൻ്റെ ഐഡിയ നൈറ്റിനെ വേണമെങ്കിൽ ഇവിടെ G6 കൊണ്ടുവന്നിട്ട് ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുക. അത് മാത്രമല്ല ഇതുപോലത്തെ F4 സ്ക്വയറിലോട്ട് വന്നിട്ട് മാക്സിമം അറ്റാക്ക് ബിൽഡ് ചെയ്യുക. ഇതാണ് ബ്ലാക്ക് പ്ലെയറിൻ്റെ ഐഡിയ. ടാൽ എന്ത് ചെയ്യുന്നു? ഇവിടെ C5. അപ്പോൾ ടാലിൻ്റെ പണി തുടങ്ങി. ഇവിടെ മോസ്റ്റ് കോമൺ മൂവ്സ് ആയിട്ടുള്ള ഇവിടെ കാസ്ലിംഗ് ഒക്കെയാണ്. ഇപ്പോൾ ഇതിന് ശേഷം കാസ്ലിംഗുമായിട്ട് വേണമെങ്കിലും മുന്നോട്ട് പോകാം. പക്ഷേ ടാലിൻ്റെ അപ്രോച്ച് വേറെയാണ്. ടാൽ ഇവിടെ കളിക്കുന്നത് C5 ആണ്. പൊസിഷൻ എത്രയും വേഗം തുറക്കാനാണ് ഇവിടെ ടാലി നോക്കുന്നത്. പോൺ വെച്ചെടുക്കുന്നു. പോൺ വെച്ച് തിരികെ എടുത്ത് ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബ്ലാക്ക് എന്ത് ചെയ്യുന്നു? ബ്ലാക്ക് ക്വീൻ വെച്ചിട്ട് ഇതിനെ എടുക്കുന്നു. അപ്പോൾ ഈ ഒരു പോൺ സാക്രിഫൈസ് എന്തിനാണെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ടാലിൻ്റെ കാര്യമാണ്, എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. പോൺ വെച്ചെടുക്കണം. പോൺ വെച്ചെടുത്തു. അപ്പോൾ എന്തിനാണ് ഈ സാക്രിഫൈസ്? ക്വീൻ വെച്ച് എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ കളിക്കുന്നത് ക്വീൻ A4 ചെക്കാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ലൈൻ പോണത്? വേറെ എന്തെങ്കിലും രീതിയിൽ കളിച്ചാൽ പോരെ. ഒരു പക്ഷേ ഇവിടെ എന്താണ് ചെയ്യുന്നത്? വെറുതെ ഈ ഒരു പോൺ എടുത്തതിന് ശേഷം ക്വീൻ A4 ചെക്ക് എന്തിനാണ് ഇവിടെ കളിക്കുന്നതെന്ന് ഇവിടുത്തെ നേരെ കാസിലിങ്ങിനെ പോകുന്നതിന് പകരം ടാലിൻ്റെ ഐഡിയ വേറെയാണ്. ഈ ക്യൂവിന് ഇവിടെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്വയറിലാണ്. ഇവിടെ C6 കളിച്ചിട്ട് ഈ ഒരു പൊസിഷനൊക്കെ കുറച്ച് ക്രാമ്പായി. ഇതുപോലത്തെ ഒരു ആ പോൺ സാക്രിഫൈസോടെ ഇവിടെ ഡബിൾ പോൺസ് ഇവിടെ ബ്ലാക്കിന് വന്നു. ടാല് പതുക്കെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യുകയാണ്. ഇനിയാണ് ടാല് ക്യാൻസൽ ചെയ്യുന്നത്. ഇവിടെ എന്തായാലും നൈറ്റ് G6 കളിച്ചിട്ട് ടാലിൻ്റെ ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണം. നൈറ്റ് C4. ഈ ബിഷപ്പ് ഒന്നും എടുത്ത് ഓടാൻ ടാല് റെഡിയില്ല. തിരിച്ച് ക്വീനിനെ അങ്ങ് അറ്റാക്ക് ചെയ്യണം. പക്ഷേ ഇത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള മൂവാണ്. അപ്പോൾ ഈ ക്വീനിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ക്വീൻ ജസ്റ്റ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ B5 ത്രെഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ടാലിന് ഒരു കൂസലും ഇല്ല. എന്തായാലും ജസ്റ്റ് ക്വീനിനെ ഇങ്ങോട്ടേക്ക് മാറി E6 മാറി. ഇവിടെ ടാല് ഇവിടെ ഓർക്കണം, ഇവിടെ ഒരു ബിഷപ്പ് ഇവിടെ അറ്റാക്കിലിരിക്കുകയാണ്. ടാൽ ഇവിടെ കളിക്കുന്ന മൂവ് പോൺ ടു E5 കളിച്ചിട്ട് ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ഇവിടെ അഗ്രസീവ് പ്ലെയറായ ബ്ലാക്കും ഒരു അഗ്രസീവ് പ്ലെയറാണ്. ഇപ്പോൾ ഹാൻസ് ജോച്ച്മാൻ അത്രയും വേറൊരു അറ്റാക്കിംഗ് പ്ലെയറാണ്. അപ്പോൾ രണ്ട് അറ്റാക്കിംഗ് പ്ലെയേഴ്സ് തമ്മിലാണ് കിടക്കുക. ഇവിടെ ഹാൻസ് ജോച്ച്മാൻ കളിക്കുന്ന മൂവ് പോൺ B5 കളിച്ചിട്ട് ക്വീനിനെയും നൈറ്റിനെയും ഒരേ സമയം അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നൈറ്റിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണെങ്കിലും തിരിച്ച് ടാലിൻ്റെ ക്വീനിനെയും നൈറ്റിനെ ഒരേ സമയം അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ജോച്ച്മാൻ വിചാരിച്ച് ക്വീനിനെ ഇങ്ങോട്ടേക്കൊക്കെ പോയിട്ടാണ് ടാല് കളിക്കാൻ പോകുന്നത്. കാരണം ഇങ്ങോട്ട് കളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പോൺ വെച്ച് നൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ഈ ബിഷപ്പ് ഇവിടെ പോകും. പക്ഷേ ആ ബിഷപ്പ് വെച്ചിട്ടുള്ള നല്ല ലൈൻസൊക്കെ വരും. ഇതൊക്കെയാണ് ഇവിടെ ബ്ലാക്ക് പ്ലെയർ ആയിട്ടുള്ള ഹാൻസ് ജോച്ച്മാൻ നോക്കുന്നത്. പക്ഷേ ഇവിടെ ടാല് സർപ്രൈസിംഗ് ആയിട്ട് വേറൊരു മൂവ് കളിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ടാല് കളിച്ച ബ്രില്യൻ മൂവിനെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കാവുന്നതാണ്. ഒന്ന് കണ്ടു നോക്കിയാലോ. ടാലിൻ്റെ ക്യൂനും നൈറ്റും ബിഷപ്പും എല്ലാം പ്രശ്നത്തിലാണ്. അപ്പോഴാണ് ടാല് കളിക്കുന്നത്. പോൺ വെച്ച് ഈ ഒരു നൈറ്റിനെയും എടുത്തു. അപ്പോൾ ഇവിടെ ക്വീനിനെ എടുക്കാം, നൈറ്റിനെ എടുക്കാം. എന്തായാലും ക്യൂവിനെ വെട്ടിയെടുത്തു.
അപ്പോൾ നേരിട്ട് ഇവിടെ റൂക്ക് E1 ആണ് ഇനി കളിക്കാൻ പോകണമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കണേ. അതൊന്നുമല്ല, ആദ്യം ഈ പോൺ വെച്ച് എടുത്തിട്ട് ഈ റൂക്കിലേക്കാണ് അറ്റാക്ക് ചെയ്യണേ. അപ്പോൾ എന്തായാലും റൂക്ക് G8 കളിക്കണമല്ലോ. ഇനി എന്ത് കളിക്കണം? ബിഷപ്പ് F5. ഇപ്പോഴും റൂക്ക് E1 കളിച്ചിട്ട് ഇവിടെ കളി മുന്നോട്ട് പോകാൻ നോക്കുന്നില്ല, ഇങ്ങനെ ക്യൂൻ നേടാൻ നോക്കുന്നില്ല. ഒരു ധൃതിയില്ല ടാലിന്. ടാലപ്പോൾ കളിക്കണം അടുത്ത സാക്രിഫൈസ്. ഒരു സാക്രിഫൈസിൻ്റെ ക്ഷീണം ഇവിടെ തീർന്നില്ല, അപ്പോഴത്തേക്കാണ് അടുത്ത സാക്രിഫൈസ് ബിഷപ്പ് F5. അപ്പോൾ ഇവിടെ ഒബ്വിയസ്ലി ഈ ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ നേരിട്ട് ഇവിടെ ഒരു ഫോർക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ പൊസിഷൻ ഇവിടെ ടാല് ജയിക്കുന്നതായിരിക്കും. കാരണം കിങ് ഇപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പക്ഷേ ഈ ചെക്കിന് വേറെ എവിടെയെങ്കിലും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൂവ് വരും. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ബിഷപ്പിനെ എടുക്കാൻ പറ്റില്ല, നൈറ്റ് ഗാർഡും ചെയ്തേക്കുവാണ്. അപ്പോൾ ഈ പൊസിഷൻ ടാലിന് അഡ്വാൻറ്റേജ് ആവും. അപ്പോൾ അവിടെ ആ ബിഷപ്പിനെ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഈ ബിഷപ്പിനെ മാത്രമല്ല ഇവിടെ കൊടുത്തേക്കണത്. ഇവിടെ വേണമെങ്കിൽ ഈ നൈറ്റിനെ എടുക്കാം. ഇനി നൈറ്റിനെ എടുത്താലോ? നൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം റൂക്ക് E1 ചെക്ക് വരും, റൂക്ക് F(E1) ചെക്ക്. അപ്പോൾ ഇവിടെ ഈ നൈറ്റൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ചെക്ക് മെയ്ഡിലോട്ട് പോകും. ഇങ്ങനെ ഒരു മൂവ് വരും. ഇപ്പോൾ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും റൂക്ക് E7 ചെക്ക്. അപ്പോൾ ഇനി കിങ് D8 ശേഷം ഒരുപാട് നല്ല മൂവ്സ് ഉണ്ട്. ഇവിടുത്തെ റൂക്ക് D1 ചെക്ക് വരും. അപ്പോൾ ഇനി ഇതിനെതിരെ കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ കിങ് എങ്ങോട്ട് പോയാലും പണി കിട്ടും. ഇവിടെ ക്വീൻ ഇടയിൽ വരേണ്ടി വരും മിക്കവാറും. ഇനി അതും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ വേറെ പോകാൻ തന്നെ സ്ക്വയറുകളൊന്നുമില്ല. കാരണം എന്താണ്? ബിഷപ്പ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നു, റൂക്ക് ഇതും കൺട്രോൾ ചെയ്യുന്നു, വേറെ ഒന്നും ചെയ്യല്ല, ക്വീൻ ഇടയിലേക്ക് വരേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നൈറ്റ് ഇടയിൽ വന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്വീനിനെ ഇവിടേക്ക് തിരികെ കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാലും റൂക്ക് ഇൻറ്റു ക്വീൻ കളിക്കും. തിരിച്ചെടുത്ത് കഴിയുമ്പോൾ ബിഷപ്പ് G6. അപ്പോൾ ഈ പൊസിഷനും വളരെ ഡേഞ്ചറസ് ആണ്. കിങ് D7 ശേഷം റൂക്ക് D1 ചെക്ക് വരും, കിങ് മാറുന്നു, ബിഷപ്പ് G3 ചെക്ക് വരും. ഒരുപക്ഷെ കിങ് C8 ശേഷം ബിഷപ്പിനെ ഇവിടെ F7 കളിച്ച് ഈ റൂക്കിലേക്ക് അറ്റാക്ക് ചെയ്യണം. ഇത് ഓൾറെഡി ലൂസിങ് ആണ്. റൂക്ക് വെച്ച് പോണിനെ എടുത്തു കഴിഞ്ഞാൽ ബിഷപ്പ് വെച്ചൊരു ചെക്ക് വരും. അപ്പോൾ ഈ പൊസിഷൻ ഒന്നും കളിക്കാൻ പറ്റില്ല ബ്ലാക്കിന്. ആകെ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ റൂക്ക് D7. അപ്പോൾ ഇത് പ്രത്യേകിച്ച് കാണുന്നുണ്ടല്ലോ, ഇവിടെ ടാലി ഈസിലി ജയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പൊസിഷൻ എല്ലാം ഉള്ളതുകൊണ്ടാണ് നേരെ അതിലേക്ക് പോകാത്തത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ എന്ത് ചെയ്യും? ഈ ബിഷപ്പിനെ എടുക്കാൻ പറ്റില്ല, നൈറ്റിനെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ടാലിൻ്റെ ഒപ്പോണൻ്റ് ഇവിടെ കളിക്കുന്നത്. നൈറ്റ് വെച്ച് ഈ ഒരു ബിഷപ്പിനെ എടുക്കുന്നു. ഇനി ടാൽ എന്ത് ചെയ്യുന്നു? ഇപ്പോഴാണ് ഈ ക്യൂവിനെ വെട്ടിയെടുക്കുന്നത്. ഇപ്പോഴും വേണമെങ്കിൽ ഇവിടെ ഈ ബിഷപ്പിനെ ടാലിൻ്റെ ഒപ്പോണൻറ്റിനെ എടുക്കാം. പക്ഷെ ടാലിൻ്റെ ഒപ്പോണൻറ്റ് ബിഷപ്പിനെ A6 കളിച്ചിട്ട് ഈ ഒരു പവർഫുൾ നൈറ്റിനെ ഒഴിവാക്കാൻ നോക്കണം. ടാൽ എന്ത് ചെയ്യുന്നു? ഒരു കൂസലുമില്ല, നൈറ്റ് D6 ചെക്ക്. ഇപ്പം നൈറ്റും ബിഷപ്പും ഇങ്ങനെയുണ്ട്. ഇപ്പോൾ കിങ് ഇവിടെ കളിച്ച് കഴിയുമ്പോൾ അപകടമല്ലേ? അപ്പോൾ ടാൽ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ടാലിൻ്റെ അവസ്ഥ വെക്കണം. ആദ്യം ക്വീനും ഇതെല്ലാം കൊടുത്തു, ഇപ്പോൾ വീണ്ടും ഈ നൈറ്റ് ബിഷപ്പ് റൂക്ക് എല്ലാം ഒരേ സമയത്തേക്ക് എങ്ങനെ ഇതിലെതിരെ കളിക്കും? ബിഷപ്പിനെ ഇവിടെ C4 കളിച്ചിട്ട് തിരിച്ച് ഈ ബിഷപ്പിലേക്ക് അറ്റാക്ക് ചെയ്യണം. ഇപ്പോൾ ഈ ബിഷപ്പിൻ്റെ ബിഷപ്പ് കളിച്ച് കഴിഞ്ഞാൽ നൈറ്റ് വെച്ചെടുക്കും, കിങ് വെച്ചെടുത്ത് കഴിഞ്ഞാൽ ബിഷപ്പിൻ്റെ ബിഷപ്പ് എടുക്കുക. അപ്പോൾ ഒരുപാട് അറ്റാക്കിങ് ലൈൻസ് ഉണ്ട് ഇവിടെ ടാലിന്. റൂക്ക് ടേക്സ് G7 കളിക്കുന്നു, ഇവിടെ G3 കളിക്കുന്നു. ഇത് കളിക്കാൻ കാരണം എന്താ കഴിഞ്ഞാൽ, ഇപ്പം നേരിട്ട് ഈ ബിഷപ്പ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറേ നാസ്റ്റി ചെക്കുകൾ വരും. അത് മാത്രമല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ G3 കളിച്ചിട്ട് ഈ ഒരു നൈറ്റിനെ ഓടിക്കാൻ നോക്കണം. അല്ലെങ്കിൽ G2 ത്രെട്ട് വളരെ സ്ട്രോങ് ആവും. അപ്പോൾ ഈ നൈറ്റ് എന്തായാലും അവിടെ നിന്ന് മൂവ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? ഇവിടെ ഓൾറെഡി പിൻഡാണ്, ഈ ഒരു റൂക്കും കിങ്ങുമായിട്ട് പിൻഡാണ്. അപ്പോൾ ഇതിനെ വെട്ടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കിങ് വെച്ചെടുക്കുന്നത്. ഇവിടെ ബിഷപ്പിൻ്റെ വെട്ടുന്നു, നൈറ്റ് F5 കളിക്കുന്നു. അപ്പോൾ നൈറ്റിന് കുറച്ചുകൂടെ നല്ല സ്ക്വയർ ആയിട്ടുള്ള E3 വരാനാണ് നോക്കുന്നത്. ടാൽ എന്തായാലും റൂക്കിനെ ഓപ്പൺ ഫയലിലേക്ക് കൊണ്ടുവരുന്നു, F6 കളിക്കുന്നു, റൂക്ക് D1 ചെക്ക്, കിങ് മാറുന്നു, റൂക്ക് E1 ചെക്ക്, കിങ് D6 അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുക എന്നൊക്കെ തോന്നും. പക്ഷെ ടാൽ പതുക്കെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യാണ്. കിങ് ഓടി വരുവാണ്, ഇവിടെ കിങ്ങിനെ സെൻട്രലൈസ് സ്ക്വയറിലോട്ട് വരുവാണ്. ഇപ്പോൾ ബ്ലാക്കിനെ സംബന്ധിച്ച് ഈ ഡബിൾ പോൺസ് ഒരു വീക്ക്നെസ് ആണ്. ഇപ്പം നോക്കുമ്പോൾ പോണുകൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5. എന്നാൽ ബ്ലാക്കിനെ സംബന്ധിച്ച് ഒരു പോൺ കൂടുതലുണ്ട്. എന്നാലും ഈ ഒരു ഡബിൾ പോൺ സ്ട്രക്ചർ ഉള്ളതുകൊണ്ടും ഈ ബിഷപ്പാണ് ഇവിടെ ഈ ഒരു നൈറ്റിനേക്കാളും പവർഫുൾ ആയതുകൊണ്ടും ഓപ്പൺ പൊസിഷൻ ആയതുകൊണ്ടും ഇവിടെ ടാലിനാണ് അഡ്വാൻറ്റേജ്. എങ്ങനെയാണ് ഈ അഡ്വാൻറ്റേജ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നോക്കാം. C4 കളിക്കുന്നു. അപ്പോൾ ഈ ഒരു ഡബിൾ പോണിന് എന്തായാലും കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ബിഷപ്പ് വെച്ച് എടുത്തു കഴിയുമ്പോൾ കിങ്ങിന് ആക്റ്റീവ് ആവും. ഇതാണ് ബ്ലാക്കിൻ്റെ ഐഡിയ. അപ്പോൾ G4 കളിച്ചിട്ട് ഈ നൈറ്റിനെ ഓടിക്കാൻ നോക്കണം. നൈറ്റ് തിരികെ പോകുന്നു, ഇവിടെ റൂക്ക് B7 കളിച്ചിട്ട് ഈ നൈറ്റിലേക്ക് അഡീഷണൽ ഇവിടെ പ്രഷർ കൊടുക്കുന്നു. പക്ഷെ തൽക്കാലം ഒന്നും ചെയ്യാനില്ല, കാരണം ഈ റൂക്ക് ഈ നൈറ്റിന് കിങ്ങുമായിട്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ റൂക്കിനെ വെറുതെ ഡബിൾ ചെയ്യുന്നു. ഇവിടെ ഫൈനലി ബിഷപ്പിൻ്റെ C4 കളിച്ചിട്ട് ഈ ഒരു റൂക്കിനെ അറ്റാക്ക് ചെയ്യണം. ഇവിടെ ബ്ലാക്ക് പ്ലെയർ കളിക്കുന്നത് നൈറ്റിനെ D5 കളിക്കുന്നു.
അപ്പോൾ ഒന്ന് ഈ റൂക്കായിട്ട് ചലഞ്ച് ചെയ്യുകയാണ്. വേറെയും ചില ത്രെഡ്സ് ഇവിടെ C3യിലേക്കൊക്കെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ബിഷപ്പ് ടേക്സ് നൈറ്റ് കളിക്കണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന് ഈ റൂക്കിനെ എടുത്തു കഴിഞ്ഞാൽ ഈ ബിഷപ്പ് വന്ന് ഈ റൂക്കിനെ എടുത്തിട്ട് ഇവിടെ വൈറ്റ് വിന്നിങ് ആയിരിക്കും. അപ്പോൾ നേരെ അത് ചെയ്യാൻ പറ്റില്ല. അതിന് വരെ ഈ ബിഷപ്പിനെ തിരികെ എടുക്കണം. ഇവിടെ ടാൽ എന്ത് ചെയ്യുന്നു? റൂക്കിനെ കൊടുക്കാൻ റെഡിയില്ല. റൂക്ക് B4 വന്നിട്ട് ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഓരോരോ പോണുകളായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഡബിൾ പോൺസിൻ്റെ ഒരു കുഴപ്പം. പോണുകളെല്ലാം ഡിസ്കണക്റ്റഡ് ആണ്. ഇവിടെ ടാലിനൊരു വിന്നിങ് അഡ്വാൻറ്റേജിലേക്ക് പോവുകയാണ്. റൂക്കിനെ C8 കളിച്ചിട്ട് ഈ C3 പോണിനെ അറ്റാക്ക് ചെയ്യണം. ടാൽ ഈ പോണിനെ വിട്ടുന്നു. ടാലിൻ്റെ ഒപ്പോണൻറ്റ് ഈ ഒരു C3 പോണിനെ വിട്ടുന്നു. റൂക്ക് A6 ചെക്ക്. ഇപ്പോഴും ഈ റൂക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് കിങ്ങിന് ഈ ഒരു ഫയലിലോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് കിങ് C5 പോകുന്നു. അടുത്ത പോണും വീഴുന്നു. ഇപ്പോൾ ഈ പോണാണ് ഇനി അടുത്ത വീക്ക്നെസ്. അപ്പോൾ അതെന്തായാലും പോകും ഓൾമോസ്റ്റ്. ഇനി ഇതിനെ ഇങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് എന്തായാലും ലൂസിങ് ആണ്. കാരണം കിങ് G3 കളിച്ചിട്ട് വെറുതെ പൊസിഷൻ ഇമ്പ്രൂവ് ആവുകയുള്ളൂ. അധികം വൈകാതെ തന്നെ ഈ പോണ് വീഴുകയും ചെയ്യും. അപ്പോൾ കുറച്ച് കൗണ്ടർ പ്ലേ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പോൺ ടു H5 കളിക്കുന്നത്. H3 കളിക്കുന്നു. അങ്ങനെ തുറക്കാൻ സമ്മതിക്കാനുള്ള. വെട്ടുന്നു, തിരിച്ച് വെട്ടുന്നു. ഇപ്പോൾ റൂക്കിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഫിൽട്രേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. G5. അപ്പോൾ പോൺ പുഷ് അടങ്ങി ടാല് റൂക്കിനെ കളിച്ചിട്ട് ഇവിടെ ഈ പോണിനെ അറ്റാക്ക് ചെയ്യണം. ടാല് ഇവിടെ റൂക്കിനെ F5 കളിക്കുന്നു. ഇനി ഒരു പക്ഷേ ഐഡിയ ഈ മറ്റേ റൂക്കിനെയും കൂടെ കൊണ്ടുവന്ന് ഈ പോണിനെ ചലഞ്ച് ചെയ്യുക. റൂക്ക് വെച്ചൊരു ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഈ പോണിലേക്ക് അറ്റാക്കാണ്. ടാൽ എന്ത് ചെയ്യുന്നു? കിങ് G3. ആ പോൺ പൊക്കോട്ടെ, എൻ്റെ കിങ്ങും ബാക്കി 2 പോണും ഈ റൂക്കും വെച്ച് ഞാൻ ജയിക്കും. ഇതാണ് ടാലിൻ്റെ കോൺഫിഡൻസ്. കിങ് C4. 2 റൂക്കുകളും തമ്മിൽ കണക്ട് ചെയ്തു. ഇപ്പോൾ ഈ പോണിലേക്കാണ് അറ്റാക്ക്. D4. അപ്പോൾ ഈ പോൺ റോൾ ചെയ്ത് തുടങ്ങി. ടാൽ എങ്ങനെ പോകുന്നു? G6. അപ്പോൾ ഈ പോണിൻ്റെ കാര്യം ഏകദേശം അടുത്തെത്താറായി. അപ്പോൾ ഇവിടെ ബ്ലാക്ക് പ്ലെയർ ഈ 2 റൂക്കുകളെ തമ്മിൽ വീണ്ടും കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെക്കൊക്കെ വഴി ഈ പോണിനെ നേടാൻ നോക്കുകയാണ്. ടാല് ജസ്റ്റ് ഇങ്ങനെ ആദ്യം ഒരു ചെക്ക് കൊടുക്കണം. അപ്പോൾ ഈ 2 റൂക്കുകളും കൂടെ ഇവിടെ നിന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ടാല് ഒരു റൂക്കിനെ ഇവിടെ ഒഴിവാക്കുന്നു. ഇനി കിങ്ങിനെ F4 കളിക്കുന്നു. അപ്പോൾ ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ റൂക്കിന് കളിയിലേക്ക് ഇങ്ങോട്ട് വരാം. ഇതാണ് ടാലിൻ്റെ ഐഡിയ. പ്രതീക്ഷ പോലെ തന്നെ ഈ പോണിനെ പിടിക്കാൻ നോക്കുന്നു. പക്ഷേ റൂക്ക് G5 ശേഷം ഇവിടെ ടാലിൻ്റെ ഒപ്പോണൻറ്റിന് ഒന്നും ചെയ്യാനില്ല. ഈ ഒരു പോൺ പുഷ് ഉണ്ട്. ഈ റൂക്കിന് ഇവിടെ നിന്ന് മാറുകയും ചെയ്യണം. ഈ ക്വീനാക്കുന്നത് തടയാൻ ഒരു രക്ഷയില്ല. ഇവിടെ എന്ത് കളിച്ചാലും വൈറ്റ് വിന്നിങ് ആണ്. അതുകൊണ്ട് ടാലിൻ്റെ ഒപ്പോണൻറ്റ് ഇവിടെ റിസൈൻ ചെയ്യുകയാണ്. കാരണം എന്താണ്? ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഈ പോൺ ഇവിടെ അടുത്തെത്തിയില്ലേ, എന്താണ് കാര്യം? അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കിങ്ങിൻ്റെ G5 കളിക്കും. ഇനി രണ്ടുപേരും നമ്മൾ റേസാണ്. D3 കളിക്കും. ഇവിടെ എന്താണ്? G7 കളിക്കും. ഇവിടെ അടുത്ത ഇവിടേക്ക് പോവും. ഇവിടെ G8 ആയിട്ട് ക്വീൻ വരും. അപ്പോൾ ഇവിടെയും വേണമെങ്കിൽ ബ്ലാക്കിന് ഇവിടെ ക്വീൻ അടുക്കാം. പക്ഷേ ഇതൊന്നും കാര്യമില്ല. കാരണം ഇവിടെ ക്വീൻ B3 ചെക്ക് വരും. അപ്പോൾ ഇവിടെ എന്തായാലും ഇവിടെ കിങ് D2 വന്നു കഴിഞ്ഞാൽ വെറുതെ ഈ ക്വീനിനെ ഇവിടെ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇനി അറിയാലോ, ഈ പോൺ ഇവിടെ തേരോട്ടം തുടങ്ങും. ഇവിടെ എന്തായാലും ജയിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് മിക്കായൽ ടൈലിൻ്റെ വീഡിയോ വേണമെന്ന് കുറച്ച് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾ ഈ ഗെയിം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിലൊരു ക്ഷമ ചോദിക്കുന്നത് എന്തായാലും. എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ, ഒരു നല്ലൊരു വർഷം ആശംസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് അടുത്ത വർഷം കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.